ഹായ് നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ജിജോ ജോർജാണ്. ജിജോ ജോർജിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കും. ഹായ് ജിജോ, എന്തൊക്കെയുണ്ട് വിശേഷം? ജിജോ, നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൊക്കരക്കോ അല്ലേ? എന്താണ് ഈ കൊക്കരക്കോ എന്നുള്ള പേരിടാൻ കാര്യം? എന്താണ്? ഞാനും ഫ്രണ്ടും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒത്തിരി പേരുകൾ ആലോചിച്ചു. ജനങ്ങളുടെ ഉള്ളിൽ തട്ടുന്ന ഒരു പേര് വേണം എന്നൊരു ആഗ്രഹം പണ്ട് തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഓടിയെത്തുന്ന രീതി ആലോചിച്ചപ്പോൾ ഇതാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ചിക്കൻ്റെ ഒരു വിഭവങ്ങൾ തന്നെയാണ് അല്ലേ? അത് തന്നെ. അപ്പോൾ ഇതിടുമ്പോൾ അതിൻ്റെ ഒരു മാച്ചായി അല്ലേ? ചിക്കനോടനുബന്ധിച്ചൊരു പേരാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഈ പേരാണ് നമ്മൾ ഞങ്ങൾ രണ്ടു കൂട്ടർക്കും അത് ഇഷ്ടമായി. ജോർജിൻ്റെ സ്വദേശം എവിടെയാണ്? മുളന്തുരുത്തി തന്നെ. മുളന്തുരുത്തി. ഇപ്പം നമ്മൾ ഈ സ്ഥാപനം ഉള്ളത് ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് എരിവേലിയിലാണ് അല്ലേ? സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ്. ശരി, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ സ്ഥാപനം അല്ലേ? ഒരു 5 വർഷക്കാലമായി, 6 വർഷമായി അല്ലേ? 6 വർഷം കഴിഞ്ഞു അല്ലേ? ഇവിടെ പുതിയ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ 1.5 വർഷം ആവാറായി. അല്ല, നമ്മുടെ ടോട്ടലി ഉള്ള ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 6 വർഷം കഴിഞ്ഞു. ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു അല്ലേ? ആൾക്കാരുടെ എന്താ പറയാ, ആ ടേസ്റ്റ് നമ്മൾ എന്ന് ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു കംപ്ലൈൻറ്റുകൾ ഒരു 95% നമ്മൾ അത്രയ്ക്ക് മസാലകളാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച് എടുക്കുന്ന മസാലകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കാറ്ററിങ്ങിലാണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടനും ഞാൻ കാറ്ററിംഗ് ആയിരുന്നു. നമ്മളിങ്ങ് മാറി, കോവിഡിൻ്റെ ടൈമിൽ നമ്മളിങ്ങ് മാറി നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനമായി. നമ്മുടെ ഈ കൊക്കരക്കോയിൽ എന്തൊക്കെ ഫുഡുകളാണ് നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? എന്തൊക്കെയാണ് സ്പെഷ്യലൈസ്, ഇതെന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം. നമ്മൾ കട തുറക്കുന്നത് ഉച്ചയ്ക്ക് 12:30-ക്കാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് നമ്മുടെ ഹൈലൈറ്റ് ഉച്ചയ്ക്ക് ലഞ്ചിന്. പിന്നെ കുഴിമന്തി ഉണ്ടാവും, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽ, ചില്ലി ചിക്കൻ, ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഈവനിങ് ആകുമ്പോൾ ഷവർമ, അൽഫാം മന്തി, അൽഫാം, പൊറോട്ട, ചപ്പാത്തി, കുഴിമന്തി, ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് ജ്യൂസ്, ഷേക്ക്, ഫലൂഡ, ഐസ്ക്രീം ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ഒരു കോർണർ ഉണ്ട്, കൊഫേ കോർണർ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈവനിങ് ആണ് നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ളത്. അൽഫാമിന് പണ്ട് തുടങ്ങി 5 വർഷം നമ്മൾ ചോറ്റാനിക്കരയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ മേലായി. നമ്മൾക്ക് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അൽഫാം മന്തിയും കുഴിമന്തി സ്റ്റാർട്ട് ചെയ്തത്. ഷവർമയും അൽഫാമും നമ്മുടെ മെയിൻ ഘടകമായിരുന്നു. നമ്മൾ അൽഫാം ഷവർമയിലാണ് പേരെടുത്തത്. നമ്മൾ ഫസ്റ്റ് തന്നെ ചോറ്റാനിക്കരയിൽ നല്ല സെയിലുണ്ടായിരുന്നതായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും നമുക്ക് ഡെയിലി നല്ല സെയിലുണ്ട്. അൽഫാമിന് ഡെയിലി 50-60 അൽഫാം ഡെയിലി പോകുന്നുണ്ട് നമുക്ക്. ഷവർമയാണെങ്കിലും 15 കോഴിയുടെ ഡെയിലി ഷവർമ പോകുന്നുണ്ട്. ബിരിയാണി ആണെങ്കിലും ചിക്കൻ റോസ്റ്റ് നമ്മൾ ഹൈലൈറ്റാണ്. ചിക്കൻ റോസ്റ്റ് ഡെയിലി ഒരു നല്ല പോർഷൻ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഐറ്റങ്ങൾ. എത്രത്തോളമാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഈ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട്? നമ്മൾ ലാഭത്തിലുപരി കൊടുക്കുന്ന ഫുഡ് കസ്റ്റമേഴ്സിന് കംപ്ലൈൻ്റ് ഇല്ലാണ്ട് കൊടുത്ത് ഫുഡിന് കംപ്ലൈൻ്റ് ഇല്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇത്. മസാലകളാണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും നേരിട്ട് പർച്ചേസ് ചെയ്ത് നമ്മുടെ രീതിയിൽ തന്നെ എല്ലാം ചെയ്യും. എന്നും ഒരു ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ 1-2 കംപ്ലൈൻറ്റ് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, അതിൻ്റേതായ കംപ്ലൈൻറ്റുകളല്ലാതെ ഒന്നുമില്ല. നമ്മൾ ഒരു 95% സാറ്റിസ്ഫാക്ഷനിലാണ് പോകുന്നത്. വേറെ കംപ്ലൈൻറ്റുകളൊന്നും അങ്ങനെ ഇന്ന് വരെ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഫുൾ ക്ലീനിങ് എന്നുള്ള രീതിയിലാണ്. പഞ്ചായത്തിൽ ഞങ്ങൾ 5 വർഷം ചോറ്റാനിക്കര നടത്തിയപ്പോഴും പഞ്ചായത്തിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിലും പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഹെൽത്തിൽ നിന്നാണെങ്കിലും ഹെൽത്തിലെ സാർമാരാണെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ ഫുൾ ക്ലീൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ വാക്കാൽ പറയാറുണ്ട്. കൊക്കരക്കോയിൽ വരേണ്ട കാര്യമില്ലല്ലോ, അവിടെ എപ്പോഴും ക്ലീനാണ്, നമ്മൾ എപ്പോൾ വന്നാലും അവിടെ പക്കയാണ് എന്നൊരു
എഫക്റ്റ് എല്ലാം എപ്പോഴും സാറന്മാർ പറയാറുണ്ട് നമ്മളോട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഈ വർഷക്കാലമായിട്ട് നമ്മളിവിടെ വന്നിട്ട് കുഴിമന്തി, അൽഫാം മന്തി, ബിരിയാണി, ചെറിയ ചെറിയ ഓർഡറുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. 50, 60, 100 അങ്ങനെ ഒത്തിരി കണ്ടമാനം നമ്മൾ പിടിക്കാറില്ല. കടയിൽ ഒരു പ്രശ്നം വരുന്ന രീതിയിലുള്ള ഓർഡർ നമ്മൾ എടുക്കില്ല. കട ക്ലോസ് ചെയ്യാണ്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ കൊക്കരക്കോയുടെ നമ്മുടെ മെയിൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തത് ആ കാര്യത്തിൽ ജിജോ ജോർജ് ഭയങ്കര എന്താ പറയുക, ആ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലൈൻറ്റ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അത് 2 ദിവസം ഉള്ളിൽ കിടന്ന ഒരു ടെൻഷനാണ്. അപ്പോൾ നമ്മൾ അത് ജോലിക്കാർ നമ്മളൊരു പണിക്കാരായിട്ടല്ല, നമ്മുടെ ഒരു കൂടെ സഹപ്രവർത്തകർ പോലെയാണ്, ഒരു ഫ്രണ്ട്സ് പോലെയാണ്. ഭായിമാരാണെന്നോ ഹിന്ദിക്കാരാണെന്നോ മലയാളികളാണെന്നോ അങ്ങനെ വേർതിരിവില്ല. അവരുടെ ഒരു പ്രശ്നം നമ്മുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കണ്ടത്. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. ഇത് നമ്മൾ ബൊട്ടാനിക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയുള്ള സ്റ്റാഫ് വന്നും പോയി നിൽക്കുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തിരിച്ചു വരാനുള്ള മൈൻഡുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി ആരും പോയിട്ടില്ല. അതാണ് ജിജോ ജോർജിന്റെ ഒരു ക്വാളിറ്റി. പിന്നെ ഈ കൊക്കരക്കോയുടെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഒത്തിരി ഫുഡുകളില്ല. നമുക്ക് ഉള്ള ഫുഡ് ആൾക്കാർക്ക് കഴിക്കാവുന്ന ഉള്ളിൽ തട്ടുന്നതാണ്. നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളമാണ് ഈ കൊക്കരക്കോട്? ഫാമിലിയുടെ സപ്പോർട്ടാണ് എൻ്റെ മെയിൻ ഇത്. നമ്മുടെ ചെറിയ അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും വൈഫാണെങ്കിലും എല്ലാവരും ഒരേ മണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ കൊക്കരക്കോട് വിജയത്തിന്റെ കാര്യം അല്ലേ. പിന്നെ ദൈവത്തിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും വരെ ഇപ്പോൾ ഒരു 6 വർഷം വരെ സക്സസ്ഫുൾ. എന്നിൽ ഒരാളായിട്ടാണ് വൈഫ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത്. വർക്ക് ചെയ്യല്ല, നേരത്തെ നേഴ്സായിരുന്നു JMBയിൽ. അവിടെ നിന്ന് നിർത്തി. അപ്പോൾ നമുക്ക് ടൈമിങ്ങിന്റെ പ്രശ്നം വന്ന കാരണം എനിക്ക് ഇവന്റുള്ള കാരണം ഇവന്റിനിടയ്ക്ക് പോകുമല്ലോ. അപ്പോൾ ശനി ഞായറൊക്കെ നമ്മൾ ഇത്തിരി തിരക്ക് വരും. ശനി ഞായർ ഇവിടെ പ്രശ്നം. അപ്പോൾ പപ്പ ഇരിക്കുമ്പോൾ പപ്പയ്ക്ക് തന്നെ ഓടിക്കാൻ പറ്റില്ല. അല്ല, എല്ലാ കാര്യത്തിലും അന്നത്തെ കാര്യം ഇത്ര 12 മണി വരെ ഉണ്ട്. രാവിലെ 9 മണിക്കോ തുടങ്ങണം? ഇല്ല, നമ്മൾ 12 മണി തൊട്ട് 12. 12 to 12. അപ്പോൾ നമുക്ക് പാർസൽ ഉണ്ടോ? പാഴ്സലാണ് കൂടുതൽ. ലൈനിലും ഉണ്ട്. അത് നമ്മൾ എത്ര കിലോമീറ്റർ വരെ നമ്മൾ ഡെലിവറി നമ്മൾ യോയിൻ്റെ ഏരിയ അടുത്തെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ മാക്സിമം ഞാനുള്ളപ്പോൾ ഞാൻ ഇടയ്ക്ക് മറ്റേ ഇവന്റിൽ പോകുമ്പോൾ ഈവന്റിന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുള്ള പ്രോഗ്രാംസാണ് കൂടുതൽ? മാരേജ്, ബർത്ത്ഡേ, മാമോദീസ, എല്ലാം സ്റ്റേജ് ആണ് അല്ലേ? സ്റ്റേജ് ഫുൾ ഇവന്റ് എടുത്ത് നമ്മുടെ ഫ്രണ്ട്സിന് ബാക്കി ലൈറ്റ് ഇത് മാത്രം നമ്മൾ ഔട്ട് കൊടുക്കും. അതായത് നമ്മൾ ചെക്കനും പെണ്ണിനും കൊടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഫുഡ് വേണമെങ്കിൽ നമ്മൾ ചെയ്യും. എല്ലാം നമുക്ക് ആൾക്കാരുണ്ട്. നമ്മുടെ സ്റ്റേജാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ബാലൻസ് ബാക്കി വീട്ടുകാർക്കൊന്നും അറിയണ്ട. സെക്യൂരിറ്റി തുടങ്ങി വെൽക്കം ഗേൾസ് തുടങ്ങി എല്ലാ ഐറ്റംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ജിജോ ജോർജ്, ഈ ഒരു ശരിക്കും റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇവന്റ് ആണെങ്കിലും നമുക്കൊരു ശരിക്കും പറഞ്ഞ എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടാറില്ല. എത്രത്തോളാണ് ഈ കോമ്പറ്റീഷൻ? ഇപ്പോൾ ഈവൻസ് ആണെങ്കിലും നമ്മളെ ഈ കൊക്കരക്കോ എന്ന് പറഞ്ഞ സ്ഥാപനമാണെങ്കിലും എല്ലായിടത്തും ഫുഡിന്റെ കോമ്പറ്റീഷൻ തന്നെയാണ് അല്ലേ? ഇതെങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്നു? ഫുഡിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും വലുത്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് ആൾക്കാർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ എന്തോ ഒരു ഭംഗിക്ക് ബിൽഡിങ് ചെയ്തിട്ടാലും സെറ്റിങ്സ് ചെയ്തിട്ടിട്ടും കാര്യമില്ല. അത് ഫസ്റ്റ് ഇംപ്രഷൻ ഉള്ളൂ. പക്ഷെ ഫുഡിന് നമ്മൾ എത്രത്തോളം അവർക്ക് കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ, അല്ലാണ്ട് നമ്മൾ ടേബിൾ സെറ്റിങ്സോ അല്ലെങ്കിൽ ഏരിയയൊക്കെ ഒത്തിരി ഭംഗിയാക്കിയിട്ടോ ആംബിയൻസിൽ ഒരു കാര്യമില്ല. ആംബിയൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആംബിയൻസ് ഒരു ഫസ്റ്റ് ടൈമാണ് ആംബിയൻസ് നോക്കിയ ആളുകളും. പിന്നെ ഫുഡിന്റെ ക്വാളിറ്റിയാണ് ഇതിന്റെ മെയിൻ. ഒരാൾ പറഞ്ഞ് കേട്ടു തന്നെ കസ്റ്റമറാ, അല്ലാണ്ട് നമ്മുടെ ഷോപ്പ് കണ്ടു തന്നെ കൂടുതൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ വിദേശത്ത് പോയാലും തിരിച്ചു വരുമ്പോ അയ്യോ ഞങ്ങളുടെ അടുത്ത് വന്ന് കഴിക്കും. അതാണ് നമ്മുടെ ഒരു ഗ്യാരണ്ടി. അതാണ് കൊക്കരക്കോട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ജനറേഷന് പുതിയതായിട്ടൊരു ഇതല്ല, റെസ്റ്റോറൻ്റ് അല്ല, ഏതൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുണ്ട് അവർക്ക് ചെയ്യേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രേക്ഷകർക്കൊന്ന്. നമ്മൾ പെട്ടെന്ന് ലാഭം പ്രതീക്ഷിക്കരുത്. നമ്മൾ അതിനോട് നമ്മുടെ അധ്വാനം എങ്ങനെ ഇരിക്കുമോ അതേ രീതിയിൽ നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ. ലാഭം പതുക്കെ നമുക്ക് വരും.
പിന്നെ ചെയ്യുന്ന നമ്മൾ ഫുഡിൽ ക്വാളിറ്റി. ഞാൻ ചെറുപ്പത്തിൽ വർക്കിന് മറ്റേ VKV അങ്ങനെയുള്ള വർക്ക് ഇവിടെ പോകും. അവിടുത്തെ മാനേജർ പണ്ട് എനിക്ക് പറഞ്ഞു തന്നുണ്ട്, നമ്മൾ എവിടെ വർക്കിന് എന്ത് ഫീൽഡ് ചെയ്താലും ചെയ്യുന്ന ക്വാളിറ്റി ക്വാണ്ടിറ്റി അതിലൊരിക്കലും നമ്മൾ തട്ടിപ്പ് കാണിക്കരുത്. നമ്മൾ ചെയ്യുന്ന ഫുഡ് ചെയ്യുന്ന ജോലി ആ ഓർമ്മ എൻ്റെ മനസ്സിൽ അന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ എരിവേലി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇതിന് താഴെ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു വർഷം 1.5 വർഷം ആവുന്നുള്ളൂ. നല്ല പേരിൽ കൊടുക്കുക. കൊക്കരക്കോയുടെ എപ്പോഴും ആ ഒരു പേരുണ്ടായിരിക്കണം അല്ലേ? ഇപ്പൊ എല്ലാ രീതിയിലും നമ്മൾ കൊക്കരക്കോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മൾ അറിയപ്പെടാനായി സാധ്യത അല്ലേ? നമുക്കുള്ള ഐറ്റം ഭംഗിയായിട്ട് കൊടുക്കാനാണ്. ഒത്തിരി ഐറ്റം കയറ്റണില്ല, ഉള്ളത് ഭംഗിയാക്കി. ഓരോ ഐറ്റം കയറ്റുമ്പോൾ നമ്മളത് സക്സസ്ഫുൾ ആണെന്ന് മനസ്സിലായാൽ മാത്രമാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇപ്പൊ ഈ കൊക്കരക്കോല് എത്ര നാളായി ഇതിനകത്തേക്ക് കയറിയിട്ട്? അവര് വേറൊരു ജോലിയിലായിരുന്നു പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു. ഞാനിപ്പോ ഇതിൽ കയറി ഒരു വർഷം ആയില്ല, ആവണേ ഉള്ളൂ. ഓക്കെ അല്ലേ? പുതിയതായത് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിറവൻ JMBയിൽ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് ഒരു വർഷം ആയില്ല, ഒരു വർഷം ആവണേ ഉള്ളൂ. ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എത്ര മണിക്കാണ് ഇവിടെ വരുന്നത്? ഇപ്പം ഫുൾ ടൈം ഉണ്ടോ? ഞാൻ ഉച്ച 1 മണി 2 മണിക്ക് ആകുമ്പോഴാണ്. എത്ര മണിക്ക്? 12 മണി വരെ ഉണ്ടാവും. 11 വരെ ഉണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊക്കരക്കോ എന്ന് പറഞ്ഞ സ്ഥാപനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ അൽഫാം മന്തിയാണ്. എത്രത്തോളമാണ് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ? അത് നമ്മൾ കൗണ്ടറിൽ ഇരിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഏകദേശം മനസ്സിലാവുമല്ലോ. ഇതുവരെ അങ്ങനെ ഒരു 90% എന്തായാലും നല്ല സക്സസ്ഫുൾ ആണോ അല്ലേ? കംപ്ലൈന്റുകളുണ്ട്, എന്നാലും അല്ല കംപ്ലൈന്റ് ഇല്ലാത്ത അല്ല, എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ഇപ്പോൾ ഇയാൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും കഴിക്കുന്ന ഡിഫറെന്റ് ടേസ്റ്റുകളാണ് അല്ലേ? എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? എന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. അതിൽ ഞാനും ചേട്ടാ എപ്പോഴും അതായത് നമ്മളൊരു തൊഴിലാളി മുതലാളി അങ്ങനെയല്ല, ഞങ്ങൾ ഒരിക്കലും തൊഴിലാളി മുതലാളി അങ്ങനെ ഒരു ഇവിടെ ഞങ്ങൾ പിള്ളേരെടുത്ത് എടുക്കാറില്ല. ചേട്ടായി ആണെങ്കിലും സാധാരണ ഒരു ഇതിന്നാണ് ചേട്ടായി പോകുന്നത്. അപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു ഇതിലല്ല പിള്ളേർ സംസാരിക്കാറ്. അതെ, നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ സംസാരിച്ച്. ഇവിടെ 8 സ്റ്റാഫ് ഉണ്ട് ഓൾറെഡി. 8 പേരോടും ഞങ്ങൾ ഒരേ രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പൊ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരും പറഞ്ഞു അതെന്താണ്, അവിടെ എന്താണ് പറ്റിയത്, അതിന് നമ്മൾ കോഴ്സ് കാണും. അടുത്തെന്നാണ് കാണുന്നത്, എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കും. ഞങ്ങൾ അവിടെ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള സ്റ്റാഫ് കൂടെ ഉണ്ട്. അപ്പം അതാണ് ഈ കൊക്കരക്കോയുടെ ഒരു വിജയം. അപ്പം ഏതായാലും കൊക്കരക്കോ കൂടുതൽ ഇനിയും വേറെ ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായില്ലല്ലോ, ഉള്ളത് നല്ല രീതിയിൽ ആൾക്കാരെ തൃപ്തിപ്പെടുത്തുക അല്ലേ? അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു ഇതുണ്ടാവാതെ നല്ല രീതിയിൽ മുൻപോട്ട് പോവുക, എല്ലാവർക്കും സംതൃപ്തിയാവുക, ഞങ്ങളുടെ ആഗ്രഹം. അതേതായാലും സക്സസ്ഫുൾ ആകട്ടെ കൊക്കരക്കോ. അപ്പോൾ കൂടുതൽ എന്തായാലും ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.